പൈസ പോണെങ്കിൽ പോട്ടെ, മീൻസ് എന്താ സംതിങ് കോൾ ക്രെഡിബിലിറ്റി. അതിപ്പോൾ ഇവര് കട്ട പൈസ കൊണ്ട് ഇവർക്ക് എവിടെയെങ്കിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. അത് എൻ്റെ ഉണ്ട്, അത് വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കിക്കോളാം, നഷ്ടപ്പെട്ട തിരിച്ചു പിടിച്ചോളാം. ഇപ്പൊ പോലും എന്താ പറയാ, പുള്ളിക്കാരിയുടെ അച്ഛൻ വന്ന് എന്താ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ പ്രവൃത്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും അവരെന്ത് കാരണം അച്ഛൻ നോക്കുമ്പോൾ അവർ 3 പേരും അച്ഛൻ്റെ മോളാവാനുള്ള പ്രായമുള്ള 3 പേരാ. എന്ത് പറയാനാണ് അതിനകത്ത്? ബിക്കോസ് എൻ്റെ ഓഫീസിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ പ്രഗ്നൻസി ഫംഗ്ഷൻസിനായാലും ഞാൻ പറയാതെ തന്നെ ആ വീഡിയോ ആരൊക്കെ എടുത്ത് കട്ട് ചെയ്ത് പുറത്ത് വിട്ടു. അവരൊക്കെ അതിനകത്തുണ്ടായിരുന്നു ആ ഫംഗ്ഷന്. എനിക്ക് അവർക്ക് എന്താ പറയുക, അവിടെ വന്നൊരു സ്റ്റാഫാണ് അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഒന്നും വരാതിരിക്കാൻ ഞാൻ ഇവൻ്റെ അമ്മ സ്റ്റേജിൽ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, ആൻറ്റി ആ കൂട്ടത്തിൽ ഒരു കുട്ടി മാരീഡാണ്, അപ്പോൾ ആ കുട്ടിക്ക് ഈ പൂജ ചെയ്യാമല്ലോ, അപ്പോൾ നമുക്ക് വിളിക്കാമല്ലോ. അവൻ്റെ അമ്മ വിളിക്കുന്നു പറഞ്ഞു. കാരണം അവർക്കാർക്കും ആ കുട്ടി അറിയില്ല, ഞാനാണ് വിളിച്ചത്. അപ്പോൾ അതിൽ വിനിത എന്ന് പറയുന്ന കുട്ടി മാരീഡാണ്. ഞാൻ സ്റ്റേജിൽ വിളിക്കുന്നു, ആ പൂജയിൽ പങ്കെടുക്കാൻ പറയുന്നു. എനിക്കിപ്പോൾ ആ കുട്ടിയോട് പേഴ്സണലി എന്തെങ്കിലും ജാതിപരമായോ ആ കുട്ടി പറയപ്പെടുത്തിയ ആ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ആ പൂജയിൽ ഇത്രയും വലിയൊരു പൂജ നടക്കുക പ്രശ്നത്തിൽ ഞാൻ എന്തിനു സ്റ്റേജ് കയറ്റും? എന്തിനാ പൂജയിൽ പങ്കെടുക്കാൻ പറയും? അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിഷമമുണ്ട്, പറയുമ്പോൾ ദേഷ്യത്തിനേക്കാൾ വിഷമമുണ്ട്. ബിക്കോസ് അവരോട് 3 പേരോട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചിങ്ങനെ CCTV അവർ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ഞാൻ കണ്ട് പറയും, അവിടെ പണി വല്ലതും നടക്കുന്നുണ്ടോ ചിരിച്ചൊക്കെ. അപ്പോഴൊക്കെ അവർ ചേച്ചിയാണ്ട് ചിരിച്ച് കളിച്ച് അവർ നിൽക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും അവർ ഇങ്ങനെ മോട്ടിച്ചോ, ഒരു 50,000 രൂപ പോരെ മോട്ടിക്ക്. ഇത് ഒരുമാതിരി ഞാൻ അറിയാതെ അവിടെ വന്ന കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതായത് മുഴുവൻ സാമ്പിൾ പീസസ്. നമുക്ക് ഈ ഡീലേഴ്സ് എല്ലാവരും അവർ മാനുഫാക്ചറേഴ്സ് കുറേ പേര് നമുക്കുണ്ട്. അവരെനിക്ക് സാമ്പിൾ പീസസ് അയക്കും. ലെറ്റ്സ് സേ ഒരു 200 പീസസ്, 200 ഡിസൈൻസ് ആയിരിക്കും, എല്ലാം ഒറ്റ പീസ് വിധമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവർ എന്ത് സാമ്പിൾ അയക്കുന്നതെന്നും എനിക്കറിയില്ല. അവർ ജസ്റ്റ് ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞ് അയക്കുന്ന കുറേ സാമ്പിളാണ്. അതൊക്കെ ഞാൻ പണ്ട് നേരിട്ട് ചെന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് ഫോട്ടോ എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുവരും. ഇതെനിക്ക് ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, ഞാൻ അത് കാണുന്നുമില്ലായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും സാമ്പിൾസ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുന്നത് അങ്ങനെ ഒന്നും വന്നിട്ടില്ല, ഒന്നും വന്നില്ല ചേച്ചി, ഒന്നും വന്നിട്ടില്ല എന്ന് പറയും. കാരണം ഇവർ പലതും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയൊന്നും ഇല്ലാത്ത താഴെ കൊറിയർ വരുമ്പോൾ അവിടെ നിന്നേ പൊട്ടിച്ച് ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് ഇവരുടെ ബാഗിലോ അതിലോ കയറ്റി മേളിൽ കൊണ്ടുവരുമായിരുന്നു. ഞാൻ അറിയാതെ ഇവർ റോഡിൽ വരെ കൊണ്ട് സാധനം വിൽക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇവരുടെ വീടിൻ്റെ ഏരിയയിൽ മറിച്ച് വിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെയും കൂടി നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അമ്മയുടെ ഫ്രണ്ട് ഒരു ആൻറ്റി അവിടെ കണ്ടു. പുള്ളിക്കാരി ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, ദിയ ഈ 3 പേരെ ന്യൂസിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനവിടെ പോയിരുന്നപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഗൂഗിൾ പേയും ഇല്ല, കാർഡും എടുക്കൂല, രണ്ടും ഉണ്ട് അവിടെ, രണ്ടും ഉണ്ട്, കാർഡും ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട്, രണ്ടും ഇല്ല, ക്യാഷേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല നമ്മുടെ ക്യാഷ് ഇല്ല, ഇനി ATM-ലൊക്കെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, ദിയ മാഡം പ്രത്യേകം പറഞ്ഞു ക്യാഷ് തന്നെ വേണം എന്നുള്ളത്. എന്നിട്ട് ഈ പുള്ളിക്കാരിയെ ബുദ്ധിമുട്ടിച്ച് ക്യാഷ് എടുപ്പിച്ച് ഇവർ ക്യാഷാണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ ഒത്തിരി പേരുടെ മെസ്സേജ് നമുക്ക് വന്നത് ക്യാഷ് അവരെടുത്തു. അതും കുറേ പേര് പറഞ്ഞ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഫീസിൻ്റെ വെളിയിലെ റോഡ് വേർ CCTV is നോട്ട് അവൈലബിൾ, അവിടെ പോയി ഇവർ 5 മണിക്ക് ശേഷം, അതായത് ഓഫീസ് അവറിന് ശേഷം പോയി ക്യാഷ് മേടിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എത്ര പേര് ഇത് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇവരുടെ കയ്യിലൂടെ എന്തുമാത്രം പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പോലീസും കോടതിയിലും ഇപ്പോൾ തെളിവായിട്ടുണ്ട് ദറ്റ് അവരുടെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലോട്ടും അച്ഛൻ്റെ അമ്മയുടെ അക്കൗണ്ട്സിലോട്ടൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 days ആയിട്ട് ഏത് ജയിലിലായിരുന്നു? മറ്റേ നമ്മുടെ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടറിയില്ല. ഇനിയിപ്പോൾ ഇവരാരുടെയൊക്കെ അക്കൗണ്ട്സിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇനിയിപ്പോൾ 1 by 1 അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും പോവാം അട്ടക്കുളങ്ങര ജയിലിലോട്ട്. ഇവര് ഭയങ്കര കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അവർക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്, ബിക്കോസ് നമ്മളാരും ദ്രോഹിച്ചിട്ടില്ല, നമ്മൾ എന്തിനു പേടിക്കുന്ന, എന്തിനാ? എനിക്കൊരു പേടിയില്ല. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നമുക്കത് ഒരു സാധാ ഒരു മനുഷ്യനെ അവരെ നല്ല പറയാൻ ഒരു ഇത് കാണുമല്ലോ. ഇവരിപ്പോഴും പറയുന്നത് വെച്ചാൽ കുഴപ്പമില്ല, അത് എന്ത് മനസ്സാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീൻസ് ഈ പുള്ളിക്കാരിയുടെ അച്ഛനും അമ്മയും എല്ലാവരും എന്നെ അന്ന് ഹെൽപ്പാണ് ചെയ്യാൻ വന്നത്. ഇവരോട് ചോദിച്ച് എങ്ങോട്ടാ പൈസ കൊണ്ടുപോയത് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഇവരെന്ത് വന്നത്. ബിക്കോസ് സത്യാവസ്ഥ അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവരന്ന് വന്നത്, എൻ്റെ കൂടെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ അപ്പോഴും ഇവരെ ക്ഷമിക്കാൻ റെഡിയായിരുന്നു. ഇഫ് ദേ അറ്റ്ലീസ്റ്റ് ഗേവ് എന്തെങ്കിലും തിരിച്ച് ബാക്കി തന്നിട്ട് കേസ് ഒന്നും വേണ്ട, ഒതുക്കി തീർക്കാനായിരുന്നു നമ്മുടെയും പ്ലാൻ. ഇവർ
ചെയ്ത ക്രിമിനൽ കുറ്റം പോരാഞ്ഞിട്ടാണ് അടുത്ത ദിവസം പോയിട്ട് നമ്മുടെ അഗേൻസ്റ്റ് കൗണ്ടർ കേസും കൊടുത്ത് അത് ലൈവിൽ വന്ന് എന്തൊക്കെയോ പറയുകയും ചെയ്തു. ഹലോ എന്ത് ചെയ്യുന്നു? ഇവൻ ഫ്ലേർട്ട് ചെയ്തു. പൂവാലിനെ പോലെയാണ് സംസാരിക്കുന്നത്. പൂവാലിനെ പോലെയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് മറുപടിയും ചെയ്യേണ്ട ഭാഗത്ത് അത് അടിപൊളിയായിരുന്നു. അത് തക്കതായിട്ട് നമുക്ക് കൊടുത്തില്ലെങ്കിലേ സമാധാനം കിട്ടത്തില്ല, അതാണ് പ്രശ്നം. എനിക്ക് ഓമ്മി വന്ന സമയത്ത് ഭയങ്കര ലക്കി ബോയ് ആണ്. കുറെ അവൻ ഇല്ല, വരുന്ന ഞാൻ- സമയത്ത് He was അമ്മയുടെ very lucky. എനിക്ക് ലക്കി ചാമായിട്ടാണ് ഞാൻ അല്ല, അവൻ എന്തൊക്കെ പഠിപ്പിച്ചു തന്നു. ആള് വരുന്നതിന് മുമ്പ് അമ്മയുടെ ബിസിനസ്സിലെ പാഠം പഠിപ്പിച്ചു എന്നെ. ജീവിത ഒരു ലൈഫ് ലെസൺ ആക്ച്വലി സിസ്റ്റമാറ്റിക് ആക്കി. ബിക്കോസ് ഇപ്പൊ എല്ലാം നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഒരു റീറൈറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ ഒരു കഥ, ഒരു സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുന്ന പോലെ ഇപ്പൊ അച്ഛന്റെ ഓഫീസ് ത്രൂ ആണ് സ്റ്റാഫ് ഫുൾ റിക്രൂട്ട് ആയിരിക്കുന്നത്. ഇപ്പൊ ഐ ഹാവ് ലൈക്ക് അറൌണ്ട് 11-12 സ്റ്റാഫ്സ്. അലേർട്ട് ആയി നിങ്ങൾ അതിനുശേഷം. ഇനി ആയില്ലെങ്കിൽ നമ്മളാണ് ഇനി ആയില്ലെങ്കിൽ ഞാനാണ് വണ്ടി. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ആള് ഗർഭിണി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഏറി കയറ്റിയത്. അതെ, അയ്യോ അതെ. അല്ല, ആ സമയത്ത് അറിഞ്ഞപ്പോ എല്ലാരും ഇതായി. എന്നെ അല്ലാതെ ആരെ ചോദ്യം ചെയ്യാനാണ്? ബിക്കോസ് ഇവരെ അടിച്ചു മാറ്റി. ഓക്കെ, അതിന് ആരവിടെ ഒരു ഇത് കൊടുത്തു? പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എവരിബഡി പ്രഗ്നന്റ് ആയിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, വയ്യായിരുന്നു. ശരിയാണ്. ആ തോട്ടിൽ എല്ലാവരും എത്തിയപ്പോഴാണ് എല്ലാവരും എന്നെ ക്ഷമിച്ചു. ഓക്കെ, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു തോട്ടിലോട്ടായി. നമ്മൾ അടുത്ത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ഇവരെ വിളിച്ചു, സംസാരിച്ചു, ഡീൽ ചെയ്യാൻ നോക്കിയപ്പോൾ ഇവര് ഡീൽ ചെയ്യാമെന്നുള്ളത് സമ്മതിച്ചു. ഇന്ന പൈസ കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ നോക്കി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ടീംസാണ് അടുത്ത ദിവസം വന്നിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞങ്ങ് വന്നത് ലൈവില്. അത് വല്ലാത്തൊരു ഇതായിരുന്നു. നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. ഓവർനൈറ്റ് അവർ തിരിഞ്ഞു കളഞ്ഞു. അതും അവർ ചെയ്ത കുറ്റം അത്ര വലുതായിരുന്നു, എന്നിട്ട് അതിനേക്കാൾ വലിയൊരു കുറ്റമായിപ്പോയി തെറ്റ് ചെയ്യാത്തവരുടെ മണ്ടയ്ക്ക് എടുത്തിട്ടത്. ലൈക്ക് ഇത്രയും ഇത് വന്നിട്ടും ഇവിടത്തെ ലൈക്ക് എന്താ പറയാ മീഡിയസ് ആയാലും കോമൺ ലൈക്ക് കിട്ടാനുള്ള സപ്പോർട്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ ശരിക്കും ഇവർ ഈ ജാതിപരമായ അതൊക്കെ എടുത്തിട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു തീർന്നു. ഒന്നാമതേ കമന്റ് സെക്ഷനകത്ത് എന്നെപ്പറ്റി ഞാൻ ചുമ്മാ ഇരിക്കണം, എന്നെപ്പറ്റി തെറി പറയാറുണ്ട് കുറേ പേര്, അറ്റ്ലീസ്റ്റ് ഫേക്ക് അക്കൗണ്ട് എന്തെങ്കിലും. ഇനി ഇത് വിശ്വസിച്ച ആൾക്കാർ എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരുമോ, എൻ്റെ സോഷ്യൽ മീഡിയയും ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകേണ്ട വരുമോ? പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത് ഫുൾ ക്രൗഡ് എല്ലാവരും തെളിയിച്ചു ദാറ്റ് ഇമാതിരി നാടകത്തിൽ നമ്മളാരും വീഴൂല. ആ ഒരിത് എവ്രിബഡി ജസ്റ്റ് ഒറ്റ കെട്ടായിട്ടൊക്കെ എൻ്റെ സൈഡിലങ്ങ് നിന്നു. മീഡിയ ആയാലും പബ്ലിക് ആയാലും എവ്രിബഡി നമ്മുടെ ഇൻ കേസ് അവരെ പറ്റി സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അത് ഈ ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം പുള്ളിക്കാരി സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നാലും നമ്മൾ എങ്ങനെയാണോ പോസിറ്റീവ് കമൻസിനെ വെൽക്കം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസ് നമുക്ക് എന്തായാലും എന്താ പറയുക വെൽക്കം ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ചിലവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ പോവത്തില്ലേ, എന്നാൽ മാത്രമേ ശരി ഓക്കെ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ എന്തുകൊണ്ടായിരിക്കും, ഓക്കെ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഓക്കെ നിനക്ക് ഓക്കെ ആണോ നിന്റെ സ്വഭാവം എന്നാൽ മാറ്റണ്ട. ബിക്കോസ് അത് ഉള്ളതാണ്. നമ്മളൊരു ഇതിൽ കാണുമ്പോഴേക്കും ഒരു പടം ഇറങ്ങാൻ നേരത്തെ ചിലവർക്ക് ആ പടം ഇഷ്ടപ്പെടും, ചിലവർക്ക് ആ പടം ഇഷ്ടപ്പെടില്ല, ചിലവർ ആവറേജ് എന്ന് പറയും. എല്ലാം അവരവരുടെ പോയിന്റ് ഓഫ് നിങ്ങൾ ഇത് കാണിച്ചു, നിങ്ങളെ വെൽക്കം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ, അതേപോലെ തന്നെ കുറ്റം പറയാനും കാണും. അത്രേ ഉള്ളൂ. അത് നമ്മളത് വെൽക്കം ചെയ്തേ പറ്റത്തുള്ളൂ. അത് മീൻസ് അത് നമ്മൾ കുറ്റം പറഞ്ഞവരോടത്ത് അയ്യോ ഇത് അങ്ങനെ പറഞ്ഞു, ഇത് ഇവർക്ക് എന്തോന്ന് അങ്ങനെ, അത് നമുക്ക് ഒരിക്കലും നമ്മൾ ആക്ച്വലി പറയാനേ പറ്റത്തില്ല. ബിക്കോസ് ആണ് ഇപ്പൊ എന്നെ പോലും ഇതായ പോലും ഇത് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാ. ചിലപ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ ആ പുള്ളിക്കാരനോ ആർക്കായാലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എനിക്കൊന്നും ഇപ്പൊ 99% പോസിറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ 1% എന്തായാലും നെഗറ്റീവ് ആവും. അത് ഓൾറെഡി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബാലൻസ് ഉണ്ട്. എല്ലാം 100% കറക്റ്റ് ആയിട്ട് ആർക്കും ഈ ലോകത്തില്ല. അത് വരണം. ചിലതൊക്കെ അപ്പോഴേ നമ്മൾ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വേറൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യത്തില്ല. ഇപ്പൊ ഈ ഒരു അടി എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറേ കൂടെ സീരിയസ് ആയി. അതുകൊണ്ട് നമുക്ക് കുറേ കൂടെ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു അച്ചടക്കം ഇല്ലായിരുന്നു. ഞാനങ്ങ് അവരെയും വിശ്വസിച്ച് ഞാൻ മറ്റേ തായ്ലൻഡും മാൽദീവ്സുമായിട്ട് കറങ്ങി നടക്കുന്നു എല്ലാവരെയും. ഇപ്പം ഞാൻ അവിടെ വിട്ട് വേറെ സ്ഥലത്തോട്ട് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തായ്ലൻഡോ എവിടെയെങ്കിലും പോയാലും എനിക്കറിയാം അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത്. കാരണം അത് കറക്റ്റായിട്ടുള്ളവരെ നമ്മളിങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റോർ മാനേജറായിട്ട് നിൽക്കുന്ന കുട്ടി പോലും നെയിം ഇസ് ദിശ. പുള്ളിക്കാരുടെ അച്ഛൻ DYSP ആണ്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക നല്ല പൊസിഷനിൽ നിൽക്കുന്നവരുടെ കുട്ടിയൊക്കെയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്രയും വിശ്വാസമാണ്. കണ്ണടച്ച് ഇവിടെ ഇരിക്കാം, അത്രയും വലിയൊരാളുടെ മോളാണ്, നമുക്കവിടെ എല്ലാം ടേക്ക് കെയർ ചെയ്തോളും. ആ വിശ്വാസം നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്കിത് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് അതിലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സംഭവം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ആളുടെ മോളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആരുടെ മോളായിക്കോട്ടെ ആരുടെ മോനായിക്കോട്ടെ സംഭവം ഉണ്ടല്ലോ, ഈ നേച്ചേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
അത് നമ്മൾ എത്ര CCTV വെച്ചാലും എത്ര ഇത് വെച്ചാൽ, ബിക്കോസ് സ്വയം മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പറയത്തില്ലേ, അത് നിങ്ങൾ ആര് വേണോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യണ പ്രവൃത്തി ആ നാളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. അവരെ മാത്രം പറ്റിക്കാൻ പറ്റത്തേയില്ല. സത്യം. മീൻസ് ഞാൻ ദൈവം ഞാൻ പറയുന്നില്ല, ബിക്കോസ് ദൈവവിശ്വാസം എനിക്കുണ്ട്. ഞാൻ എന്തായാലും അത് നേച്ചറാണ്. അതൊരു എന്താ പറയുക, ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. നീ എന്ത് കൊടുക്കുന്നോ അതാ നിനക്ക് തിരിച്ചു വരത്തുള്ളൂ. മീൻസ് ഞാൻ പറയുന്നില്ല, അത് എപ്പോഴും അത് എല്ലായിടത്തും അങ്ങനെയാണ്. അത് ഇന്ന് അനുഭവിച്ചില്ലെങ്കിൽ നാളെ എന്തായാലും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇൻ യുവർ നെക്സ്റ്റ് ബർത്ത്. അതുപോലും ഞാൻ വിശ്വസിക്കുന്നില്ല. നെക്സ്റ്റ് ബർത്ത് എന്ന് അത് പണ്ടാണ്. എന്താ നമ്മൾ ഈ ജന്മം ചെയ്തത് നമ്മൾ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റാ, 5G പോലെയാ. എന്താ പറയാ, ഈ ജന്മം ഒരു കിടിലൻ ക്ലോഷർ ഒക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് പണി കിട്ടണ പോലെ ഉണ്ടല്ലോ. ആ ഒരു ക്ലോഷർ ആക്ച്വലി അത് കൊള്ളാം.